നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം 2 അധ്യായം 5. ഇപ്പോൾ തൻ്റെ അച്ഛൻ ആയ ശന്തനു വളരെ ദുഃഖിതനായിരിക്കുന്നത് കണ്ടിട്ട് ദേവവ്രതൻ വളരെയധികം ചിന്താകുലനായി തീർന്നു. എന്താണ് അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ആ പുത്രൻ വളരെയധികം ചിന്തിച്ചു. അപ്പോൾ കാരണം ചോദിച്ചിട്ട് അച്ഛനൊന്നും പറയുന്നുമില്ല. അപ്പോൾ ഭീഷ്മർ പറയുകയാണ്, അച്ഛൻ്റെ ദുഃഖം എന്താണെന്നറിഞ്ഞ് അതിന് പരിഹാരം കാണാത്ത പുത്രൻ ഉണ്ടായതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറയുന്നു. ദശരഥപുത്രനായ രാമൻ വനവാസം അനുഷ്ഠിച്ചത് അച്ഛന് വേണ്ടിയല്ലേ? അതുപോലെ ഹരിശ്ചന്ദ്ര രാജാവിൻ്റെ രോഹിതൻ എന്ന പേരുള്ള പുത്രൻ പിതാവിനാൽ വിൽക്കപ്പെട്ട ദാസനെപ്പോലെ കഴിഞ്ഞുകൂടിയതും അച്ഛന് വേണ്ടിയല്ലേ? അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞ് താൻ അച്ഛൻ്റെ ആഗ്രഹം സാധിപ്പിക്കുമെന്ന് ദേവവ്രതൻ ഉദ്ഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ പരശുരാമനും അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് അമ്മയുടെ തല വെട്ടിയ കാര്യവും പ്രസിദ്ധമാണ്. ഈ ശരീരം അങ്ങയുടേതായതുകൊണ്ട് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുകയേ വേണ്ടുവെന്ന് ഭീഷ്മർ പറയുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. സൂത ഉവാച. ശ്ലോകം 45. നിശമ്യേതി വചസ്തസ്യ പുത്രസ്യ ശന്തനൂർനൃപഃ ലജ്ഞമാനസ്തു മനസാ തമാഹ ത്വരിതം സുതം. പുത്രൻ്റെ വാക്ക് കേട്ട് ശന്തനു മഹാരാജാവ് മനസ്സാ ലജ്ജിച്ച് തിടുക്കം കൊണ്ട് മകനോട് ഇങ്ങനെ പറഞ്ഞു. രാജോവാച. ശ്ലോകം 46. ചിന്താമേ മഹതീ പുത്ര യസ്ത്വം ഏകോസി മേ സുതഃ ശൂരോധി ബലവാൻ മാനേ സംഗ്രാമേഷു പരാങ്മുഖഃ. എൻ്റെ ഏറ്റവും വലിയ ചിന്ത ഇതാണ് മകനെ. എനിക്ക് മകനായി നീ ഒരാളേ ഉള്ളൂ. നീ ശൂരനും അതിബലവാനും അഭിമാനിയും യുദ്ധത്തിൽ പിന്തിരിയാത്തവനുമാണ്. ശ്ലോകം 47. ഏകോപത്യസ്യ മേ താതാ വൃഥേദം ജീവിതം കില മൃതേ ത്വയി മൃതേ ക്വാപി കിം കരോതി നിരാശ്രയഃ. മകനെ, ഏകപുത്രനായ എൻ്റെ ഈ ജീവിതം വ്യർത്ഥമല്ലേ? യുദ്ധത്തിൽ എവിടെ വെച്ചെങ്കിലും നീ മരിച്ചാൽ നിരാശ്രയനായ ഞാൻ എന്തു ചെയ്യും? ശ്ലോകം 48. യേഷമേ മഹതീ ചിന്ത തേരാദ്യ ദുഃഖിതോസ്മ്യഹം നാന്യാ ചിന്താസ്തി മേ പുത്ര യാം തവാഗ്രേ വദാമ്യഹം. ഇതാണ് എൻ്റെ വലിയ ചിന്ത. അതുകൊണ്ട് ഞാനിപ്പോൾ ദുഃഖിക്കുന്നു. മകനെ, എനിക്ക് മറ്റൊരു ചിന്തയുമില്ല. ഞാനത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. സൂത ഉവാച. ശ്ലോകം 49. തദാകർണ്യഗാംഗേയ മന്ത്രി വൃദ്ധാനപൃച്ഛത ന മാം വദതി ഭൂപാലോ ലജ്ജയാദ്യ പരിപ്ലുതഃ. അത് കേട്ട് ഗാംഗേയൻ മന്ത്രിവൃദ്ധന്മാരെ വിളിച്ചു ചോദിച്ചു, ലജ്ജാവിവശനായ രാജാവ് കാരണമെന്താണെന്ന് എന്നോട് പറയുന്നില്ല. ശ്ലോകം 50. വിത്തവാർത്താം നൃപസ്യദ്യ പൃഷ്ട്വാ യൂയം വിനിച്ഛയാത് സത്യം ബ്രുവന്തു മാം സർവം തത്കരോമി നിരാകുലഃ.
നിങ്ങൾ രാജാവിൻ്റെ വൃത്താന്തം നന്നായി ചോദിച്ചറിഞ്ഞ് സത്യമെല്ലാം എന്നോട് പറയണം. വിഷമമില്ലാതെ ഞാനത് ചെയ്തു കൊള്ളാം. ശ്ലോകം 51. തച്ഛ്രുത്വാ തേ നൃപം ഗത്വാ സംവിജ്ഞായ ചകാരണം ശംസദുർവിദിതാർത്ഥസ്തു ഗാംഗേയാസ്തദതിഞ്ചയത്. അത് കേട്ട മന്ത്രിമാർ പോയി രാജാവിനോട് അന്വേഷിച്ച് കാരണം മനസ്സിലാക്കി ഗാംഗേയനെ അറിയിച്ചു. കാര്യം ഗ്രഹിച്ച ഗാംഗേയൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. ശ്ലോകം 52. സഹിതസ്ഥൈര്യഗാമാശു ദാശസ്യ സദനം തഥാ പ്രേമപൂർവം ഉവാചേദം വിനമ്രോ ജാഹ്നവീസുതഃ. ഗാംഗേയൻ ഉടൻ മന്ത്രിമാരോടുകൂടി ദാശഭവനത്തിലേക്ക് പോയി.